കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധിയാണെങ്കിൽ നിധിയുടെ വീട്ടിലാണെങ്കിൽ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ട്, എന്താ സുധീഷ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഒന്നുമില്ല, ഞാൻ ഇന്ന് ഇവിടെ കിടക്കുന്ന ആലോചിക്കുക. അതെന്താ, ഞാൻ എൻ്റെ റൂമിൽ കിടന്നാൽ മതി? അത് അങ്ങനെ കിടക്കാൻ പറ്റുമല്ലേ? അതോ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കില്ലേ? അതുകൊണ്ട് എൻ്റെ റൂമിൽ കിടന്നാൽ മതി എന്ന് നിധി പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് സന്തോഷം കൊണ്ട് ഇരിക്കുക സുധീഷ് ഇത് കേട്ടതും. അങ്ങനെ നിന്നപ്പോഴത്തേക്കും വീണ്ടും ചോദിക്കുന്നുണ്ട്, നിധി എന്താ ഇനി ഞങ്ങളുടെ വീട്ടിൽ വരുന്നില്ലേ? വരാം, 2 ദിവസത്തേക്കല്ലേ വന്നിട്ട് നമുക്ക് തിരിച്ച് പോവാമല്ലോ എന്ന് സുധീഷിൻ്റെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിധിയും സുധീഷും കൂടെ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് അകത്തു നിന്ന് വിളിക്കുക, അച്ഛൻ വിളിക്കുക, എന്താ മോളെ ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ നിധി അവിടെ നിന്നപ്പോഴത്തേക്കും നിധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിധിക്ക് ഞങ്ങളുടെ ദേഷ്യം വല്ലതും ഉണ്ടോ, അതോ എല്ലാം മറന്നിട്ടാണോ ഞങ്ങളുടെ കൂടെ വന്നേ? ഞാനെല്ലാം മറന്നു, ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ വന്നപ്പോഴത്തേക്കും അതെല്ലാം മാറിയല്ലോ എന്നും പറയുന്നുണ്ട്. അങ്ങനെ സുധീഷ് അവിടെ നിന്ന് തന്നെ ഫോൺ ചെയ്യുന്നുണ്ട്. ഫോൺ ചെയ്യുന്നത് നിതീഷിനാണ് വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ്, ഓക്കെ ആണോ, എല്ലാവരും നല്ല സ്നേഹമാണോ എന്നൊക്കെ സുധീഷിൻ്റെ ചോദിക്കുന്നുണ്ട്. അതോ ചില സമയത്ത് നിധി അടുത്തുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹമാണ്, അല്ല എങ്കിൽ ഒരുമാതിരി ആക്കിയുള്ള സംസാരവും പിന്നെ കുറ്റപ്പെടുത്തലും, എന്താ പറയുക, ഒന്നും സഹിക്കാൻ പറ്റാത്ത വാക്കുകളാണ് അവളില്ലെങ്കിൽ പറയുന്നത്. പക്ഷേ അവളുള്ളപ്പോഴത്തേക്കും ഭയങ്കര അഭിനയമാണ് അവളുടെ ചേട്ടനും അച്ഛനും എന്നൊക്കെ നിതീഷിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് നിതീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തായാലും അവിടത്തെ പോലെയൊന്നും പറ്റില്ല, ഇവിടെ ഞങ്ങളുടെ വീട് തന്നെ സ്വർഗമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നും പറയുന്നുണ്ട്. നിധി അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഏറ്റവും നല്ലത്, ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും അവരെന്ത് പറയണം ഇവരെന്ത് പറയണം എന്നൊക്കെ കേട്ടോണ്ടാണ് നിൽക്കേണ്ട അവസ്ഥയാണ് ഇവിടെ എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും സുധീഷിനെ വിളിക്കുക നിധി. എന്താ, ആരെയാണ് ഫോൺ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അതോ വീട്ടിൽ നിന്ന് ചേട്ടനെല്ലാവരുമാ? അങ്ങനെയാണോ, എങ്കിലൊരു കാര്യം ചെയ്യാം, വീഡിയോ കോൾ വിളിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കട്ടാക്കിയിട്ട് നിതീഷിനെയും സുഭാഷിനെയും എല്ലാവരെയും വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്. വീഡിയോ കോൾ വിട്ട് സംസാരിച്ച് അവിടുത്തെ വിശേഷവും അതുപോലെ തന്നെ വീട്ടിൽ സുഖമായിരിക്കുന്നോ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ ഇനി എന്നാ വരുന്നേ, വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക. അതോ ഞാൻ ഉടനെ വരുമല്ലോ, അങ്ങോട്ടാണല്ലോ വരുന്നേ, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം എന്ന് ചോദിക്കുന്നുണ്ട് നിതീഷിൻ്റെ അടുത്ത്. സുഭാഷ് വീട്ടിലെ എല്ലാവരെയും അന്വേഷിച്ചെന്ന് പറയുകയും അതുപോലെ തന്നെ പറയാതെ ഇരിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം മറക്കണം, എല്ലാം മറന്ന് വീട്ടുകാരുടെ സന്തോഷത്തോടെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഒരു സന്തോഷമില്ലായ്മ കൂടെയാണ് സുധീഷ് നിൽക്കുന്നത് എന്ന് സുഭാഷ് പറയുന്നുണ്ട്. അത് തോന്നല, ഇവിടെ നല്ല ഹാപ്പി ആള് എന്നൊക്കെ നിധിയും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അന്വേഷിച്ചിട്ട് എല്ലാവരും നല്ലോണം സംസാരിച്ചിട്ട് അങ്ങനെ ഫോൺ കട്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫോണും കൊടുത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നിധി പറയുന്നുണ്ട്, എന്തായാലും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വിഷമിക്കല്ലേ, എന്തായാലും എല്ലാവരും കൂടെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അത് മോള് അത് അംഗീകരിക്കണം എന്ന് നിധിയുടെ അച്ഛനും പറയുന്നുണ്ട്. ഒന്നും മനസ്സിലാവാതെ നിധി പോകുന്നുണ്ട്. അങ്ങനെ ചേട്ടത്തിയുടെ റൂമിലോട്ട് പോകുമ്പോൾ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും നല്ലൊരു അവസരമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്, ഇനി നീ തിരിച്ചു പോകണോ? നീ ഇനി തിരിച്ചു പോകണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി, അതാ ഏറ്റവും നല്ലത് നിൻ്റെ ജീവിതത്തിൽ, അല്ലാതെ അവിടെ പോയി എന്തിനാ നിൻ്റെ ജീവിതം മിസ്സ് ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിൻ്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും ഞങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നേ, എന്നാൽ അവിടെ പോയപ്പോഴത്തേക്ക് ഒരു വല്ലാത്ത ഒറ്റപ്പെടലായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും, അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരും ആഗ്രഹം. നീ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിധി ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും എല്ലാ കാര്യങ്ങളും നീ സംഭവിച്ചത് അച്ഛൻ്റെ അടുത്തൊക്കെ തുറന്ന് പറയണം എന്ന് ചേട്ടത്തി പറയുന്നുണ്ട്. എന്നാലും പറയുന്നുണ്ട് നിധി, അതൊന്നും പറയേണ്ട സമയമായില്ല, അതൊന്നും ഞാനിപ്പം പറയില്ല, ചേട്ടത്തി എന്നെ നിർബന്ധിക്കല്ലേ എന്നൊക്കെ പറയുന്നു നിധി. അങ്ങനെ എല്ലാവരും കൂടെ ഇരിക്കുമ്പോഴത്തേക്കും വീണ്ടും നിധി ചോദിക്കുന്നുണ്ട്, എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിക്കും, അത് നിങ്ങളെല്ലാവരും സമ്മതിക്കണം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല, എല്ലാവരും കൂടെ ഒരു ദിവസം അങ്ങോട്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ട്.
ആരും ഒന്നും മിണ്ടുന്നില്ല. ഇതൊക്കെ കേട്ട് വെറുതെ നിൽക്കുക. അങ്ങനെ നിധിയുടെ അച്ഛനും ചേട്ടനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. സംസാരിക്കുന്നത് എന്താ ആ ഡ്രൈവർ ഇന്ന് എവിടെയാണ് കിടക്കുന്നത്? അപ്പോഴത്തേക്ക് നിധിയുടെ ചേട്ടൻ പറയുന്നുണ്ട്, അത് അവൻ ഹാളിൽ കിടക്കും. അത് നിധി സമ്മതിക്കുമോ? അതെന്താ സമ്മതിക്കാതിരിക്കാൻ? അവൻ ഹാളിൽ തന്നെ കിടക്കും. പിന്നെ ഞങ്ങളിനി അവനുള്ള നിധിയുടെ റൂമിൽ പറഞ്ഞ് വയ്ക്കണോ എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക നിധിയുടെ അച്ഛനും നിധിയുടെ ചേട്ടനും. എന്തായാലും അവർ വിചാരിക്കുക അവൻ ഹാളിൽ തന്നെ കിടക്കട്ടെ എന്ന അവരുടെയൊക്കെ തീരുമാനം.